ഹലോ ഫ്രണ്ട്സ്, ഞാൻ രശ്മി. ഞാൻ രാജ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ചുറ്റോട് ചുറ്റും ആകെ മൊത്തം ബഹളാണ്. ഇലക്റ്റഡ് ഗവൺമെന്റ്സിനെ ടോപ്പിൾ ചെയ്യുന്നു, അവിടെ റിവോൾട്ട്, ഇവിടെ റിവോൾട്ട്. അപ്പൊ അത് ഇന്ത്യനെ എഫക്റ്റ് ആവും എന്ന് തോന്നുന്നുണ്ടോ? ഇന്ത്യനെ എഫക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എഫക്റ്റ് ആവും. ഉറപ്പായിട്ട് എഫക്റ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മളൊരു കോളനി താമസിക്കുന്നു, നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു, നമ്മുടെ വീട്ടിൽ ഭയങ്കര സമാധാനവും സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മുടെ നെയ്ബർഹുഡിലുള്ള ആൾക്കാർ, നമ്മുടെ അയൽവാസികളിലുള്ള വീടുകളിൽ ബഹളവും, പിള്ളേരുകളുടെ ബഹളവും, പിള്ളേരുടെ റിവോൾട്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എഫക്ട് ചെയ്യും. നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് സ്വൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണ്ടേ? അപ്പോൾ ആ സെയിം ലോജിക്കാണ് ഇവിടെ അപ്ലൈ ആവും. പക്ഷേ എനിക്ക് അറിയേണ്ടത് അതല്ല. ഓക്കെ, ഓരോരോ രാജ്യത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാരും പറയുന്ന ഒരു കോൺസ്പിറസി ഉണ്ട് ഇതിന്റെ ബിഹൈൻഡ് ഓൾ ദീസ് റിവോൾട്ട്സ് ഉണ്ടോ? കോൺസ്പിറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എവിടെ എന്ത് റിവോൾട്ട് നടന്നാലും റെസ്പെക്ട് ഓഫ് ഏത് രാജ്യത്ത് ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് നടക്കുന്ന റിവോൾട്ടാണിത്. അപ്പം എല്ലാത്തിന്റെയും പിന്നിൽ ഒരാള് എന്നാണ് ഇപ്പോ കേൾക്കുന്നത്. അതെ. ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ആയാലും അത് കണക്ക് തന്നെ നേപ്പാൾ ലേറ്റസ്റ്റ് നേപ്പാൾ ആയി കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു കോമൺ ഫാക്ടർ പറഞ്ഞു വെച്ചാൽ അവിടുത്തെ ഗവൺമെന്റ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അവിടുത്തെ കറപ്ഷൻസ്, അതെ, അങ്ങനെ പല പല റീസൺസ് പറയുന്നുണ്ട്. ഇപ്പൊ നേപ്പാളിൽ ഇപ്പൊ ലേറ്റസ്റ്റ് പറയുന്ന ഒരു കാര്യം ജെൻസി റിവോൾട്ടാന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള, അതെ, ബാൻ ചെയ്തുകൊണ്ടുള്ള റീസൺ ആണെന്ന് പറയുന്നത്. ഇതൊക്കെ റീസൺസ് ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഇപ്പൊ പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് ദ യങ് കിഡ്സ് ദേ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് കറപ്ഷൻ. അതാണ് അവര് അതൊക്കെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോൺസ്പിറസി. ഇപ്പൊ നമ്മുടെ കോൺസ്പിറസി, ഞാൻ ഒരു കാര്യം പറയും, ഇപ്പൊ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇളക്കി വിടാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസി എന്ന് പറയുന്നൊരു പോപ്പുലേഷൻ. മനസ്സിലായി? ഒരു ഈ പറഞ്ഞ നമുക്ക് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 10-30 വയസ്സ് താഴെയുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടല്ലോ, പഠിക്കുന്ന പിള്ളേർ. അപ്പോൾ അവരെ പെട്ടെന്ന് നമുക്ക് ഇളക്കി വിടാൻ പറ്റും. നമ്മുടെ കോളേജ് രാഷ്ട്രീയം, നമ്മുടെ കേരളത്തിലെ കോളേജ് രാഷ്ട്രീയം കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാർ മൊത്തം ഏറ്റവും എളുപ്പം ഇളക്കി വിടാൻ പറ്റുന്ന ഇവരാണ്. അപ്പോൾ ഇവർക്കൊരു എനർജി ലെവൽ ഭയങ്കരമാണ്. അവർ റിവോൾട്ട് ചെയ്യും. മനസ്സിലാവും? ഈ സ്റ്റുഡൻറ് യൂണിയൻസിന്റെ അവരുടെയൊക്കെ ശക്തി അതാണ്. എനിവേസ്, അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്പിറസി എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ശ്രീലങ്കയുടെ ഒരു കേസ് പറഞ്ഞപ്പം അവർ പറഞ്ഞൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഇൻഫ്ലുവൻസ് ഒരുപാടായി. അത് കണക്ക് ബംഗ്ലാദേശിൽ ഇത് കണക്ക് തന്നെ പല റീസൺസ് പറഞ്ഞു. നേപ്പാളിലും ഇതൊക്കെ തന്നെ റീസൺ എന്ന് പറയുന്നത് കറപ്ഷൻ. പക്ഷെ ഇതിന്റെയൊക്കെ പുറകിൽ പലരും ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഎസിലെ ഒരു അതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ലോബി. അപ്പോൾ ഈ ലോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഎസിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ലോബീസ് ഉണ്ട്. മനസ്സിലായി? ലോബി ഇല്ലാത്ത രാജ്യമില്ല. പോളിസി മേക്കേഴ്സ് അല്ല, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കണക്കത് ഒരു ബിസിനസ്. ഇപ്പം ഡീപ് സ്റ്റേറ്റിനെ പറ്റി പറയാം. ഡീപ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പേരൊക്കെ ഭയങ്കരമാണെങ്കിലും അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ അവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്, പിന്നെ ആം ഡീലേഴ്സ് ഉണ്ട്, ഈ എന്താ പറയുക, ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഉണ്ടാക്കുന്ന കമ്പനീസ്, അതിന്റെ ഓണേഴ്സ്, CIA ഏജൻസ്, റൂൾ ദ പോളിസി മേക്കേഴ്സ് ഓൾ എന്താ പറയുക, അവരാണ് പോളിസി മേക്കിങ്ങിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാർ. മനസ്സിലായില്ലേ? അപ്പൊ അവരെ മറികടന്നിട്ട് ഇപ്പൊ ട്രംപിനായാലും അല്ലെങ്കിൽ എന്താ പറയുക, അതെ, ഏത് കൺട്രിയിൽ അവരെ മറികടന്നിട്ട് പോകുന്നത് നടക്കാത്ത കാര്യം. ബിക്കോസ് അവരാണ് ഫണ്ടിങ് ചെയ്യുന്നത്. മനസ്സിലായില്ല? അപ്പം അവർക്ക് എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടോ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ അവരത് ചെയ്യും. ഇപ്പം ഇന്ത്യനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യാം. അതിൽ പിന്നെ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ്. പിന്നെ മനസ്സിലായി, നമ്മൾ ഡെമോഗ്രാഫിക്കലി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ശ്രീലങ്ക, ബംഗ്ലാദേശ് അങ്ങനെ ഒരു കൺട്രി. അപ്പോൾ ഒരു യൂണിഫൈഡ് ആയിട്ടൊരു റിവോൾട്ട് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അവിടെ. പക്ഷേ ഇപ്പം പല ബാഹ്യ ശക്തികളും അത് ട്രൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ട, അതെ. പക്ഷെ നമ്മളിപ്പം പല ആൾക്കാരും ഇന്ത്യയുടെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഭയങ്കര ഒരു ഗ്രോത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ അവരുടെ കയ്യിലേക്ക് ഒതുക്കണം എന്നുള്ളത് പല രാജ്യങ്ങളുടെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ത്രെട്ടല്ല, ത്രെട്ട് എന്നുള്ളതല്ല. ബിക്കോസ് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചോളം അവർക്ക് എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ നിൽക്കണം നമ്മൾ. മനസ്സിലായത്? ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അതെ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം അവരുമായിട്ടൊരു ഉടക്കെന്ന് പറയാൻ പറ്റില്ല, അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ വേറെ നമ്മുടേതായ നയങ്ങളിൽ നമ്മുടേതായ കാഴ്ചപ്പാടുകൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞ കേൾക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വേണം. മനസ്സിലായില്ല? അപ്പൊ അതിപ്പോ മോദി ഗവൺമെന്റ് ഉള്ളിടത്തോളം നോക്കാണ്ട്
ഇന്ത്യൻ ഇൻട്രസ്റ്റ്, അതെ, അവരുടെ ഇൻട്രസ്റ്റ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഗവൺമെന്റ്. അതെ അതെ അതെ. അപ്പൊ അവരുടെ കാര്യങ്ങൾ നടക്കണം. അതെ. പിന്നെ ഞാൻ മോദി ഗവൺമെന്റിനെ കുറിച്ച് ഞാൻ പൊക്കി പറയുന്നതല്ല, അല്ലെ മോദിയെ പറ്റിയിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ BJP കാരനെന്ന് വെച്ചിട്ട് അങ്ങനെ പറയുന്നതല്ല. പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് ഒരു ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇവർക്ക് കുറച്ചൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം ട്രംപിന്റെ അടുത്ത ഫ്രണ്ടാണ് മോദി എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. നമുക്ക് അവർ ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ ട്രംപിനായാലും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പോളിസി മേക്കിങ്ങിൽ ട്രംപിന്റെ ലിമിറ്റേഷൻസ് വളരെ കുറവാണ്. അപ്പം ലിമിറ്റേഷൻസ് വളരെ കൂടുതലാണ്, സോറി. അപ്പോൾ അതിനായിട്ട് അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള ട്രൈ നടക്കുന്നുണ്ട്. അതെ. അപ്പൊ നമുക്കിതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂത്തിന്റെ അടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ, അല്ലേ? നമ്മുടെ വീട് പൊളിഞ്ഞു എന്ന് വിചാരിക്കുക, നമ്മുടെ വീട് തകർന്നു, പിന്നെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടാവും. നമ്മുടെ നാട്ടിൽ അതാണ് ഇതാണ്, പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ എന്താ, വീട് മൊത്തം തരിപ്പണമായി. അപ്പം നാടുണ്ടെങ്കിൽ നമ്മളുള്ളൂ, മനസ്സിലായി? നമ്മുടെ സ്വന്തം നാടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ഇന്ത്യ എന്ന് വിളിക്കണമെങ്കിൽ നമുക്കൊരു രാജ്യം നമ്മുടെ കയ്യിൽ ഇത്ര യൂണിഫൈഡ് ആയിട്ടൊരു രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അത് നമ്മുടെ യൂത്ത് എപ്പോഴും ചിന്തിക്കണം. ഇളക്കി വിടാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ടാവും, മനസ്സിലായില്ല? അവർ പലതും പറഞ്ഞ് നമ്മളിങ്ങനെ ഇളക്കി വിട്ടുകൊണ്ടേയിരിക്കും, പക്ഷെ അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മൾ എന്തിനു പുറകെയും നമ്മൾ എന്തിനു പുറകെയും എടുത്തു ചാടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം എന്തായിരിക്കും എൻ്റെ പുറകിലെന്നുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ യൂത്ത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂത്ത് എന്താണ് ലോകത്ത് നടക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആണെങ്കിൽ ആക്ച്വലി സ്പീക്കിംഗ് നമ്മളൊക്കെ യങ് ആയ ആ സമയത്തിനേക്കാളും ഇപ്പോഴത്തെ കറന്റ് യൂത്ത് they are so much more well informed thanks to social media ഒക്കെ, അല്ലേ? അതെ. അതേപോലെ ഞാൻ ഇപ്പൊ പല യങ്സ്റ്റേഴ്സിനെ നമ്മൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ, പണ്ട് US യങ്സ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, അവരെന്ന് വെച്ചാൽ US എന്ന് പറഞ്ഞാൽ അവിടുത്തെ യങ്സ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മുടെ കിണറ്റിലെ തവള എന്ന് പറയും. അവർക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ചോദിച്ചാൽ അറിഞ്ഞൂടെ. ഇപ്പൊ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് US പിള്ളേർക്ക് ചോദിച്ചാൽ അവർ പറയും ഏത് ഇന്ത്യൻ ചോദിക്കും, അവിടുത്തെ ആൾക്കാരുടെ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് US പുറത്തേക്കുള്ള കാഴ്ചപ്പാട് അവർക്കില്ലായിരുന്നു. ഇത് സെയിം സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സിനും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ പറയുക, അവരുടെ നെയർഹുഡ് അറൗണ്ട് ദം. അപ്പോൾ അതങ്ങനെ പാടില്ല. ബിക്കോസ് ദേ ഷുഡ് കറക്റ്റ് എന്റർടൈൻമെന്റ് ഭാഗം ആയിക്കോട്ടെ, അത് വേണം, ഇല്ലാന്നല്ല. പക്ഷെ ദേ ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദം. ബിക്കോസ് അവരുടെ ഫ്യൂച്ചർ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് വെച്ചാൽ ഭയങ്കര വോളറ്റൈലാണ്, മനസ്സിലായോ? നമ്മുടെ കുറച്ചൊരു 10-15 വർഷം മുമ്പുള്ളതാണ് കല്ലിപ്പം. തിങ്സ് ആർ ഹാപ്പനിങ് വെരി ഫാസ്റ്റ്. നേച്ചറിലായാലും ജിയോഗ്രഫിക്കലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പൊളിറ്റിക്കലിയും ഭയങ്കര അൺട്രസ്റ്റും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ യൂത്ത് ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അത് വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്, ദർ ഇസ് എ റീസൺ ഫോർ എവറിത്തിങ്, മനസ്സിലായില്ലേ? നമ്മൾ കാണുന്നതിനപ്പുറം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളായിട്ട് നമ്മുടെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുക. വെറുതെ ഒരു മീഡിയ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഹൈപ്പ് എടുത്ത് വെച്ചിട്ട് ഇതൊരു പൊളിറ്റിസൈസ് ചെയ്തിട്ട് നിങ്ങൾ കാണരുത്. ബിക്കോസ് നമ്മളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു തുറുപ്പുചീട്ട് പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ റിലീജിയനാണ്, മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിക്ക് രണ്ട് വശങ്ങളുണ്ട്. അതിനെ നല്ലതായിട്ട് യൂണിഫൈഡ് ആയിട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണ്, അത് കണക്കിന് അടിച്ച് പിരിയിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ്. അത് ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരുള്ള അല്ലെങ്കിൽ പുറത്തെ ഈ പറഞ്ഞ ലോബിക്കുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് ഈ പറയുന്ന മതം അല്ലെങ്കിൽ റിലീജിയൻ എന്നുള്ളത്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. പലതും പറയും, അതൊന്നും കേട്ടിട്ട് നമ്മൾ എടുത്ത് ചാടാനോ നമ്മുടെ ഒരു ഗവൺമെന്റിന് അഗൻസ്റ്റ് റിവോൾട്ട് ചെയ്യാനോ അതിന് നിൽക്കരുത്. അതെ, കറപ്ഷൻ്റെ അഗൻസ്റ്റ് ഒക്കെ ആയിക്കോളാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ അസൂയയോടുകൂടി കാണുന്നതാണ്. അപ്പോൾ അതിനെ നിർത്താനായിട്ട് അല്ല അതിനെ പുറകിലേക്ക് വലിക്കാനായിട്ട് പല ഫോഴ്സുകളും പല രീതിയിൽ നോക്കുന്നുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ വേറെയാണ് താനും, മനസ്സിലായില്ലേ? സോ അങ്ങനെ ഒരു റാഡിക്കൽ ഗ്രൂപ്പിന്റെ ഇതിൽ പെട്ടുപോകാനോ ഈ അൺട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഈ റാഡിക്കൽ ഗ്രൂപ്പ്സ് അവിടെ തഴച്ചു വളരും. എവിടൊക്കെ എല്ലായിടത്തും നടക്കുന്നത് എന്താണ്? ഈ അൺട്രസ്റ്റിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇലക്ടഡ് ഗവൺമെന്റിനെ ടോപ്പിൾ ചെയ്യാൻ മാത്രമല്ല, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിനൊരു പുരോഗതിയില്ല. പിന്നെ അപ്പോഴത്തേക്ക് വേറെയുള്ള റാഡിക്കൽ, ഞാൻ ഈ പറഞ്ഞ കണക്ക് എക്സ്ട്രീമിസ്റ്റ് ഒക്കെ അതിൽ പിടിമുടുക്കും. അങ്ങനെ പല ഇഷ്യൂസ് വരും. അതിനൊരു സൊല്യൂഷൻ വരൂല, മനസ്സിലായില്ലേ? നമുക്ക് ഇവർ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഭയങ്കര രസമാണ്, അങ്ങനെ റിവോൾട്ട്. പക്ഷെ അതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തെ നമ്മുടെ എക്കോണമി നമുക്ക് വേറെ ആരും നമ്മളെ സഹായിക്കാൻ വരൂല, മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യം നന്നായിട്ട് പോയാൽ നമുക്ക് കൊള്ളാം. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വരും. നമ്മളെ അപ്പൊ എന്താ പറയാ, ഈ ഇത് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇന്നേറ്റ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ പറയുമ്പോ അവര് പറയും അതിന്റെ അർത്ഥം എല്ലാരും മിണ്ടാണ്ടിരിക്കണം എന്നാണോ?
അല്ല, മിണ്ടാണ്ടിരിക്കണമെന്നല്ല. നമുക്കിപ്പോൾ നമ്മളൊരു ഡെമോക്രസിയാണ്, വേൾഡിലത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെമോക്രസിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതികളുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കാര്യങ്ങൾ പറയാം, എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ ഇതും ഫ്രീഡവും, നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് നമുക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. അതിന് റിവോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ഈ നമ്മളിപ്പോൾ നേപ്പാളിൽ കണ്ടാണെങ്കിൽ കുറേ തല്ലിപ്പൊട്ടിക്കലും ഇതുമല്ല. പക്ഷെ അതുകൊണ്ടൊക്കെ ലോസ് ആരുടെയാണ്? ഈ തല്ലിപ്പൊട്ടിക്കുന്ന ആരുടെയാണ്? നമ്മുടെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു ഗവൺമെന്റ് അല്ലല്ലോ നമുക്ക്. എന്തോ നേപ്പാളിലുള്ള കണക്കത്തെ ഒരു കറപ്ഷൻ ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും കറപ്ഷൻ ഉണ്ട്. കറപ്ഷൻ ഇല്ലാത്ത ഗവൺമെന്റ് ഇല്ല. കറപ്ഷൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ കറപ്ഷൻ നടക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് എന്തിനും പുരോഗതി വരുന്നുണ്ടോ, നമുക്ക് എംപ്ലോയ്മെന്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മൾ തന്നെ അതിന് ഈ എംപ്ലോയ്മെന്റ് കിട്ടാൻ നമ്മൾ എക്യുപ്ഡ് ആണെന്ന് കൂടെ നോക്കണം, മനസ്സിലായില്ലേ? അത് അപ്പോൾ നമ്മൾ ആ എക്യുപ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മളെ വിദ്യാഭ്യാസ സ്റ്റൈലുകൾ, നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറുന്നുണ്ടോ, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ദൈവം സഹായിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. അതെ, യങ്സ്റ്റേഴ്സിന് അടുത്ത് എസ്പെഷ്യലി ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പലതും കേട്ടിട്ട് നിങ്ങളൊന്നും ഇതിനൊന്നും എടുത്ത് ചാടി നടക്കണു. അവിടെ എല്ലാരും കൂടി ഇപ്പൊ അവിടുത്തെ ചെയ്യാൻ പറ്റി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. ഇനി ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. നമ്മുടെ രാജ്യം ഇപ്പം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകളൊന്നും വേണ്ട. ഡ്രോബാക്സ് ഇല്ല, പക്ഷെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് ഇറ്റ് ഈസ് ചേഞ്ചിങ് ഫാസ്റ്റ്. And you are the change. Yeah, you are the change ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ്. അപ്പോൾ പ്ലീസ് ഓപ്പൺ യുവർ ഐസ്, ലുക്ക് അറൗണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെറിയൊരു മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻസ് വളരെ വിലപ്പെട്ടതാണ്. പ്ലീസ് ഇൻട്രാക്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലെറ്റ് us know. അപ്പം എല്ലായ്പ്പോഴും പറഞ്ഞ കണക്ക് തന്നെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ഇനി ഒരു പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നിടം വരെ താങ്ക് യു, ടേക്ക് കെയർ, തിങ്ക് വൈസ്.